ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളെ സഹായിക്കാൻ യുഎന്നിന്റെ നേതൃത്വത്തിൽ 2025 ഏപ്രിൽ 30 സ്ഥാപിതമായ സംഘടന ഏത്? ഉത്തരം വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ അഥവാ VOTAN വോറ്റൻ. വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ അഥവാ VOTAN വോറ്റൻ ആണ് ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളെ സഹായിക്കാൻ യുഎന്നിന്റെ നേതൃത്വത്തിൽ 2025 ഏപ്രിൽ 30 സ്ഥാപിതമായ സംഘടന. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസി ഉത്പന്നം ഏത്? ഉത്തരം കണ്ണാടിപ്പായ. കണ്ണാടിപ്പായയാണ് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസി ഉത്പന്നം. ഒരു ജില്ലയിൽ മാത്രം ഉത്പാദിപ്പിച്ച് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ഉത്പന്നം ഏത്? ഉത്തരം തലനാടൻ ഗ്രാമ്പു. ഇത് കോട്ടയത്താണ് ഉത്പാദിപ്പിക്കുന്നത്. കോട്ടയത്ത് ഉത്പാദിപ്പിക്കുന്ന തലനാടൻ ഗ്രാമ്പുവാണ് ഒരു ജില്ലയിൽ മാത്രം ഉത്പാദിപ്പിച്ച് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ഉത്പന്നം. 2025 ജൂൺ 5 ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവാര്? ഉത്തരം മുജീബുർ റഹ്മാൻ. മുജീബുർ റഹ്മാനാണ് 2025 ജൂൺ 5 ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവ്. 2025 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനം? ഉത്തരം കേരളം. കേരളമാണ് 2025 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 151. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151ാമതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ആറളമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രകാരം കേരളത്തിലെ ഒന്നാമത്തെ ശുചിത്വ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമേത്? ഉത്തരം കൊച്ചി. കൊച്ചിയാണ് സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രകാരം കേരളത്തിലെ ഒന്നാമത്തെ ശുചിത്വ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള US കമ്പനി XAIയുടെ അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏത്? ഉത്തരം ഗ്രോക്ക് 3. ഗ്രോക്ക് 3 ആണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള US കമ്പനി XAIയുടെ അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട്. ദീർഘകാലത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസത്തിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന്? ഉത്തരം 2025 മാർച്ച് 19 ഇവർ തിരികെ എത്തിയ പേടകത്തിന്റെ പേര് ഡ്രാഗൺ ക്രൂ 9. ദീർഘകാലത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസത്തിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത് 2025 മാർച്ച് 19 തിരികെ എത്തിയ പേടകം ഡ്രാഗൺ ക്രൂ 9.